ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? കല്യാണം വിളിച്ച് നമ്മൾ ഒരുങ്ങി കെട്ടിപ്പോണം. വേങ്ങരയിൽ ഒരു കല്യാണം ഉണ്ട്, നമുക്ക് പോയി വന്നാലോ? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ്. ഇത്ര മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം എങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗ്രേപ്പ് കളറുള്ള ഒരു ചുരിദാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. അതാ കിടക്കണോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? എൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന്. തെറ്റി. ഇതിൻ്റെ റൂമിലുള്ള രജനേച്ചിന്നത് ഞാൻ അടിച്ച് മാറ്റിയതാണ്. സംഭവം എന്തായാലും പൊളിച്ചു. സൂപ്പറായെന്ന് രജനേച്ചും പറഞ്ഞു. ഞാനല്ലെങ്കിൽ സുന്ദരിയാന്ന് എപ്പോഴും രജനേച്ചി പറയാറുണ്ട്. അടിപൊളി. ആദ്യം തന്നെ മുടീൻ്റെ കെട്ടങ്ങ് കഴിച്ചു ഫാനിൻ്റെ ചോട്ടിലാട്ടോ നിൽക്കണത്. അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യണോണ്ട് മേക്കപ്പ് കഴിയുമ്പോഴേക്കും മുടിയൊന്നും ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഹോസ്റ്റലിലായതുകൊണ്ട് ഇത്രയൊക്കെ സൗകര്യം പ്രതീക്ഷിച്ചാൽ മതി. ശേഷം ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. പോൺസിൻ്റെ മാത്രമേ ഞാൻ ഇടാറുള്ളൂ, പക്ഷെ കഴിഞ്ഞു പോയതുകൊണ്ട് മീഷോയിലെ ഏതോ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഏതാ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ആ നെറ്റിയിലെ കുരു. പക്ഷെ ഇന്ന് ഇത് ഉപയോഗിക്കില്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ എടുക്കുന്നത്. ജന്മന നല്ല ബ്രാൻഡഡ് കളറായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മുടെ മുഖത്തുള്ള ഗ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഐറ്റംസൊക്കെ ഉപയോഗിക്കണം കേട്ടോ. ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കണം. കാരണം നമ്മുടെ മുഖത്ത് ടാൻ വരാതിരിക്കാനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊരു 2-3 ലെയറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, വേറെ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റും നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും കുറച്ച് പൗഡറും ഉണ്ടെങ്കിൽ അടിപൊളി ലുക്കായിട്ട് നമുക്ക് വരാൻ പറ്റും. കുട്ടിക്കൂറേൻ്റെ പൗഡറാണ് എടുക്കുന്നത്. പൗഡർ ഇടുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വേർപ്പൊക്കെ വരുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട കുത്തി പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് കണ്ണെഴുതലാണ്. കാജലിൻ്റെ കൺമശയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 180 രൂപ എങ്ങാനും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ഡെയിലി യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഡെയിലി യൂസിന് ഞാൻ 30 രൂപേൻ്റെ സാധാരണ കൺമഷിയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. കണ്ണെഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കട്ടിയിലൊക്കെ കണ്ണെഴുതാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ താഴെ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ, നമ്മുടെ ഐലൈനർ വെച്ചിട്ട് കണ്ണിനൊരു വാലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസ്കാര വെച്ചിട്ട് പീലി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ആ മസ്കാര വെച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുരുകും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ വീഡിയോ റീച്ച് കൂടുന്ന ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണമാണ്. കഷ്ടപ്പാടേ ഒന്ന് റീച്ച് ആവാനുള്ള. ഇനി നമ്മുടെ ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡ് യൂസ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ നമ്മുടെ ഹൈലൈറ്റ് മോളിൽ പോയപ്പോൾ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞു എനിക്കും ലിപ്സ്റ്റിക്ക് ഇടണം എന്നുള്ളത്. അങ്ങനെ അവർ എൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു. അങ്ങനെ ജസ്റ്റ് എനിക്ക് പറ്റുന്ന നമ്മുടെ ഡെമോ നോക്കി, അങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. എങ്ങനെ എനിക്ക് ചേരുന്നുണ്ടോ ഗൈസ്? ഇനി പൊട്ട്. അതിൽ മുന്നൊരു കാര്യം കൂടെ, വേറെ ഒന്നുമല്ല, ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് കൺപോളിങ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനെന്താ പറയാമെന്ന് എനിക്കറിയാം. എന്താ ഐ ഷാഡോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പിന്നെ ഒരു ബ്ലഷും കൂടെ കൊടുക്കാം. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബ്ലഷ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് വേണ്ടില്ലായിരുന്നു. കാരണം മുഖത്ത് കുറച്ചുകൂടെ വണ്ണം വെച്ചൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ഇട്ട് പോയില്ല. ഇനിയിപ്പോൾ അത് മായ്ച്ചളയണ്ടെന്ന് വിചാരിച്ചു. സമയം ഉണ്ടായിരുന്നില്ല. പൊട്ടും തൊട്ട് മുടി ഉണങ്ങാൻ ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ. കാരണം ഫ്രണ്ട് അശ്വതി വന്ന് കാത്തിക്കുന്നുണ്ട് കേട്ടോ. അവളടുത്ത് നിന്ന് അടിയിട്ട് കിട്ടണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. ഒരു കൂരിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കമ്മൽ മാലയൊക്കെ ഇടുന്ന സെക്ഷനാണ് കേട്ടോ. പുറത്ത് പോകുമ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ കമ്മലിടാനാണ് ഇഷ്ടം. മാല എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും എൻ്റെ രജനീച്ചി പറഞ്ഞാൽ മാലയും കൂടെ ഇട്ടാൽ അപ്പോൾ ഭംഗി ഉണ്ടാവുന്നു. അപ്പം ഞാൻ മാലയും കൂടെ ഒക്കെ ഇട്ടിട്ട. ഈ വർത്തമാനം പറയുന്ന മുഴുവൻ എൻ്റെ രജനീച്ചിനോടാണ് കേട്ടോ. എന്നെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊല്ലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫൈനൽ ഫേസിൻ്റെ ആ ഒരു ലുക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ വൈറലാവും എന്ന് ആരോ പറഞ്ഞു. ഇതാ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ സെറ്റല്ലേ? ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. ഒന്നുകൂടെ ഉണങ്ങിയിരുന്നെങ്കിൽ മുടി കുറച്ചുകൂടെ സെറ്റ് ആവുന്നു കേട്ടോ. ഞാൻ ലെയർ കട്ട് അടിച്ചതാണ് ഇപ്പോൾ ഈ അടുത്ത് പോയിട്ട്. എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും ഷോർട്ട് ലെയർ അടിക്കുന്നത്. അപ്പോൾ അതാ ഷോളൊക്കെ ഇട്ടിട്ട് ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? സുന്ദരിയാണ്, എനിക്കറിയാം.
ഇനി പോകാനുള്ള ഒരുക്കാണ്. ഒരു ബാഗ് കൂടെ എടുക്കണ്ടേ. ഇത് ജിഷേച്ചിൻ്റെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റി കേട്ടോ. ഈ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഇത് ജിഷേച്ചിൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയാണ്. രാജസ്ഥാൻ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു.